നമസ്കാരം. ഇറാനിൽ പ്രകമ്പനം സൃഷ്ടിച്ച ഇസ്രയേൽ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നുള്ള അപൂർവ ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ആകാശമുട്ടെ പുക ഉയരുന്നതിനിടയിൽ ഒരു കൂട്ടം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ആഹ്ലാദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇതിലൊരു വിദ്യാർത്ഥി "ഐ ലവ് ട്രംപ്" എന്ന് വിളിച്ചു പറയുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾക്കിടയിലുള്ള അമർഷത്തിന്റെ സൂചനയായിട്ടാണ് ഈ ദൃശ്യങ്ങളെ വിലയിരുത്തപ്പെടുന്നത്. ജനുവരി ആദ്യവാരം ഇറാനിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ ഭരണകൂടം ക്രൂരമായി നേരിട്ടതാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ. മനുഷ്യാവകാശ പ്രവർത്തകരുടെ റിപ്പോർട്ട് അനുസരിച്ച് പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നതിനിടയിൽ ഏകദേശം 6480 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രതിഷേധക്കാർക്ക് സഹായം ഉടൻ എത്തുമെന്ന് ട്രംപ് നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. ഇറാനിലെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നിലനിൽക്കെയാണ് സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇപ്പോൾ അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തെ ഒരു വിഭാഗം ഇറാൻ ജനത സ്വാഗതം ചെയ്യുന്നുവെന്നതാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാനിൽ ഭരണമാറ്റത്തിന് ആഹ്വാനം നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ ഇറാനിലെ പുരോഹിത ഭരണകൂടത്തെ താഴെ ഇറക്കാൻ ജനങ്ങൾ ഈ അവസരം ഉപയോഗിക്കണമെന്ന് ട്രംപ് ആഹ്വാനം ചെയ്തു. ആക്രമണം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഗവൺമെന്റ് ഏറ്റെടുക്കുക, ഇത് തലമുറകൾക്കിടയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏക അവസരമായിരിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ആയുധം താഴെ വെക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് മാപ്പ് നൽകുമെന്നും അല്ലാത്തപക്ഷം ഉറപ്പായും മരണം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പും നൽകി. ശനിയാഴ്ച പുലർച്ചെ ആരംഭിച്ച ഈ വൻകിട ആക്രമണത്തിന് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ് പേരിട്ടിരുന്നത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ ഓഫീസുകളെ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാന ആക്രമണം. ഖമീനിയുടെ ഔദ്യോഗിക വസതി ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയത്തിൽ നിന്ന് കനത്ത പുക ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. 86-കാരനായ ഖമീനി ഈ ആക്രമണത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആക്രമണത്തിന് തൊട്ടുമുമ്പ് അദ്ദേഹത്തെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട്. ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ഡൊണാൾഡ് ട്രംപ് ഇറാനിയൻ ഭരണകൂടത്തിന് കടുത്ത ഭാഷയിൽ താക്കീത് നൽകി. റവല്യൂഷണറി ഗാർഡ് അംഗങ്ങളോടും പോലീസിനോടും എനിക്ക് പറയാനുള്ളത് ഒന്നെങ്കിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ മരണം വരിക എന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ആയുധം താഴെ വെച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാം, അല്ലാത്തപക്ഷം നിങ്ങളെ കാത്തിരിക്കുന്നത് മരണം മാത്രമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനിലുടനീളം ഡസൻ കണക്കിന് നഗരങ്ങളിൽ ഒരേ സമയം അമേരിക്കൻ വ്യോമസേന പ്രഹരമേൽപ്പിച്ചതായും അദ്ദേഹം സ്ഥിരീകരിച്ചു. അമേരിക്കയുടെയും ഇസ്രയേലിലെ നീക്കത്തിന് തകർപ്പൻ മറുപടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെ ശനിയാഴ്ച രാവിലെ 8 മണിയോടെ വടക്കൻ ഇസ്രയേലിൽ ശക്തമായ സ്ഫോടനങ്ങൾ നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളോ ഡ്രോണുകളോ ആകാം ഇതിന് പിന്നിലെന്നാണ് സൂചന. ശനിയാഴ്ച പുലർച്ചെ ആരംഭിച്ച സൈനിക നീക്കം ഇറാനിൽ മാത്രം ഒതുങ്ങാതെ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചതോടെ മേഖലയാകെ യുദ്ധഭീതിയിലായി. ഇറാനെതിരെ ഇസ്രയേൽ അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ബഹ്റൈനിലെ US നേവിയുടെ 5-ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടന്നു. കെട്ടിടത്തിന് മുകളിൽ പുകപടലങ്ങൾ ഉയരുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. അബുദാബിയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വൻ സ്ഫോടനമുണ്ടായി. 100 കിലോമീറ്റർ അകലെയുള്ള ദുബായിൽ പോലും വീടുകൾ കുലുങ്ങിയതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി. ഇറാന്റെ മിസൈൽ വ്യവസായത്തെ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കും, അവരുടെ നാവികസേനയും നാമാവശേഷമാക്കും. ഈ മേഖലയിലെ ഭീകരവാദ സംഘങ്ങളെ ഇനി ലോകത്തെ അസ്ഥിരപ്പെടുത്താൻ അനുവദിക്കില്ല. ഇറാൻ ഒരിക്കലും ഒരു ആണവായുധം കൈവശം വെക്കില്ല എന്ന ലളിതമായ സന്ദേശമാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത്. ഇറാൻ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇവയെ ആകാശത്ത് വെച്ച് തകർക്കാൻ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ അറിയിച്ചു. ബ്രിട്ടീഷ് പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്ന് ലണ്ടനും അറിയിച്ചു. ഇറാൻ ഒരിക്കലും ആണവായുധം വികസിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ UK സർക്കാർ ചർച്ചകളുടെ പരിഹാരം കാണാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതായും വ്യക്തമാക്കി. ഖമീനിയുടെ ഔദ്യോഗിക വസതിയും ഓഫീസുകളും ഉൾപ്പെടുന്ന കോമ്പൗണ്ട് മിസൈൽ ആക്രമണത്തിൽ തകർന്നതായി ഉപഗ്രഹ ദൃശ്യങ്ങളും വ്യക്തമാക്കുന്നു. ഖമീനി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അദ്ദേഹത്തെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. തെക്കൻ ഇറാനിലെ ഒരു പെൺകുട്ടികളുടെ സ്കൂളിന് നേരെ നടന്ന ആക്രമണത്തിൽ 57ഓളം കുട്ടികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ. എന്നാൽ കുട്ടികളടക്കം 80-ലേറെ പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം.